പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് വെണ്ടയ്ക്ക തന്നെയാണ്, അല്ലാതെ മുരിങ്ങയ്ക്കയല്ല. നല്ല വളർച്ചയുള്ള നല്ല വലിയ വെണ്ടയ്ക്ക. എൻ്റെ വീഡിയോ കണ്ട പലരും ചോദിച്ചു, ഈ വെണ്ടയ്ക്കകൾ, അതായത് ഇത്രയും വലിയ വെണ്ടയ്ക്ക, ഇത് മുരിങ്ങയ്ക്കയാണോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു. മുരിങ്ങയ്ക്ക അല്ല കേട്ടോ, ഇത് വെണ്ടയ്ക്ക തന്നെയാണ്. ഒരു വെണ്ടയിലെ കാ കാണണോ? കണ്ടാൽ ശരിക്കും മുരിങ്ങയ്ക്ക പോലെ തോന്നും, അത്രയ്ക്ക് നീളവും വലുപ്പമുണ്ട്. ഇതെല്ലാം പിഞ്ച് വെണ്ടയ്ക്ക തന്നെയാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെയുള്ള നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ മുറിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇത്രയും വലിയ സൈസാണ് ഓരോന്നിനും. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ മുരിങ്ങയ്ക്കാന്ന് തന്നെ തോന്നും. സംശയം പറഞ്ഞാൽ നമുക്ക് പഴി പറയാൻ പറ്റില്ല. ഇനിയുമുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പോൾ, അവരെ എല്ലാം നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ കുറേ പേരുണ്ട് ഈ ഒരൊറ്റ വെണ്ട തന്നെ. ഇതിന് കൊടുക്കുന്ന വളങ്ങളൊന്നും വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, എല്ലാം വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന വളങ്ങളാണ്. ഈ വെണ്ടയുടെ തൈകളൊന്നും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, എല്ലാം വിത്ത് പാകി നമ്മൾ ഉണ്ടാക്കിയതാണ്. വിത്തിനുള്ള ഉണങ്ങിയ കാ തന്നതോ നമ്മുടെ വീടിനടുത്ത് ഒരു റിട്ടയർഡ് ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ മുറ്റത്ത് അത്യാവശ്യം കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. ടീച്ചറാണ് എനിക്ക് ഇതിനുള്ള വിത്തുകളെല്ലാം തന്നത്. ഇവിടെ നമ്മൾ 2 വെണ്ടയ്ക്ക അതേപടി നിർത്തിയിരിക്കുകയാണ്, വിത്തെടുക്കാനും അതേസമയം ഇത് എത്രത്തോളം വളരുമെന്നൊന്ന് കാണാനായിട്ട്. ഇതാണ് ഇന്ന് നമ്മൾ പറിച്ച വെണ്ടയ്ക്കയല്ല. ഇതൊന്നും മുറ്റിപ്പോയതല്ല. ഇങ്ങനെ വെണ്ട കൃഷി ചെയ്ത് ഇങ്ങനെ വളർത്തിയെടുത്തതിൻ്റെ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ ലോങ് വീഡിയോ.